ഇതാണ് പത്മശ്രീ രാമേട്ടൻ. ഇതാ കിടക്കുന്നു പത്മശ്രീ. എത്ര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പത്മശ്രീ? ഈ നെല്ലിൻ്റെ കൃഷിയുടെയും അരിയുടെയും എല്ലാം അങ്ങനെ എത്രയോ വർഷക്കാലം അദ്ദേഹം സേവനം നടത്തിയതിൻ്റെ ഫലമാണ്. ചേട്ടൻ അന്ന് ഊരി തരുമോ? കൊടുക്കാൻ പാടില്ല. അതെ, ഇത്രയും വിലയുള്ള സാധനമാണ്. പിന്നെ നമുക്കിങ്ങനെ ഞാൻ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കാം. എന്തായാലും വളരെ സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് പത്മശ്രീ. ഇതാണ് പത്മശ്രീ. ഇതിന് വളരെ സന്തോഷം. ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു ചേട്ടാ. പത്മശ്രീ നെൽവയൽ രാമേട്ടൻ. പത്മശ്രീ 2022 കിട്ടിയ രാമേട്ടൻ, നെൽവയൽ രാമേട്ടൻ്റെ കഞ്ഞി കുടിക്കൽ പരിപാടിയിൽ അടുക്കളയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ വീട്ടിൽ ഫാന്, AC അതൊന്നും നമ്മൾ ഫിറ്റ് ചെയ്യില്ല അല്ലേ? അല്ലാതെ തന്നെ തണുപ്പ് സമയത്ത് ചൂടും, ചൂട് സമയത്ത് തണുപ്പും. ഇവരെല്ലാം അയൽവക്കക്കാരാണ്. രാമേട്ടൻ്റെ മരുമോളാണ്. മക്കളുണ്ട്. നല്ല രസം. എന്താ എൻ്റെ പേര് രജിത്ത്. അമ്മയുടെ പേര് ഗീത. ഇനി രാമേട്ടൻ്റെ പത്മശ്രീ അവാർഡ് നമ്മൾ കാണിക്കും. അതുകൂടെ എടുക്കും കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചമ്മന്തി എനിക്കായിട്ട് ഇവിടുത്തെ സിസ്റ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഏതാ ചമ്മന്തി? ഇത് നമ്മൾ ഈ ചമ്മന്തി. ഇത് എന്തൊക്കെ ചേർത്താണ്? ചെറിയുള്ളി, തേങ്ങ വറുത്തു അല്ലേ? പിന്നെ മുളക് വറുത്തു അല്ലേ? മുളക് ചുട്ടു. ഓ, എൻ്റെ അമ്മ പണ്ടൊക്കെ ചെയ്തു തരായിരുന്നു. ഇപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെയാണ് തരുന്നത്. താങ്ക് യു. എന്തായാലും ബിഗ് ബോസ് കണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ എന്നെ അല്ലേ? താങ്ക് യു. നന്നായിരിക്കട്ടെ. ബിഗ് ബോസിൽ നിന്ന് അന്ന് ലാലേട്ടൻ പറഞ്ഞു അടുത്ത സിനിമകളിൽ 2 തരാമെന്ന്. പക്ഷേ ഇതൊരിക്കും തന്നില്ല. അദ്ദേഹം തരും. പിന്നെ എങ്ങനെ തരുമെന്ന് വിചാരിക്കാം. എന്നാലും ഞാനിപ്പം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സിനിമ ഇറങ്ങി, ഇനി കുറച്ച് സിനിമ ഇറങ്ങാനുണ്ട്, ചില ചെയ്യാനുണ്ട്. ഓ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഓക്കെ, ഇനി നമുക്ക് രാമേട്ടൻ്റെ പത്മശ്രീ കാണാം. ഈ വീടിൻ്റെ തിണ്ണയിൽ കിടന്നാൽ പോലും എത്രത്തോളം സുഖകരമായി ഉറങ്ങാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. നിശബ്ദമായി